ഹായ് ഫ്രണ്ട്സ്, വിരിഞ്ഞ മുല്ലപ്പൂക്കൾ കോർക്കാനായിട്ട് കുറച്ച് പാടാണല്ലേ. അപ്പോൾ അതിനായിട്ടുള്ള സിമ്പിൾ ട്രിക്കാണ്. സൂചി നൂല് ഉപയോഗിച്ച് കോർക്കുന്ന മെത്തേഡല്ല കേട്ടോ, എനിക്ക് എൻ്റെ ഉമ്മിച്ച് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു മെത്തേഡാട്ടോ. വളരെ സിമ്പിളാണ്. 2 ലൂപ്പ് മാത്രം എടുത്താൽ മതി. പ്രത്യേകിച്ച് ട്വിസ്റ്റ് ചെയ്ത് നോട്ട് ഇടുക ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കാം. ഇതിലും നല്ലൊരു ഈസി മെത്തേഡ് നമ്മുടെ യൂട്യൂബിൽ വേറെ കാണാൻ കിട്ടില്ല കേട്ടോ. ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആരും തന്നെ ചെയ്യണില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇത് നമ്മുടെ കുഞ്ഞാവയുടെ തലയിൽ ഇതുപോലൊക്കെ ഒന്ന് വച്ചെടുത്തത് ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ആൾക്ക് നല്ല മൂടൊന്നും അല്ലായിരുന്നു, എന്നാലും ചെറിയൊരു ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മെത്തേഡിൽ 2 ലൂപ്പ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ആ ഒരു നൂല് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഫസ്റ്റ് അത് ഡെമോ കാണിച്ചു തരാം കേട്ടോ, പൂവില്ലാതെ തന്നെ. ഫസ്റ്റ് ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് താഴേക്കൊരു ലൂപ്പ് ഇതുപോലെ ഒന്ന് എടുക്കുക. അതിനുശേഷം താഴേക്കായിട്ട് തന്നെ മറ്റൊരു ലൂപ്പും കൂടി ഇതുപോലെ എടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ ലൂപ്പ്. ഈ റൈറ്റ് സൈഡിലിരിക്കുന്ന ലൂപ്പ് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ലൂപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇനി നമുക്ക് 2 പൂവ് എടുത്തിട്ട് ഒരു പൂവ് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും വച്ചു കൊടുത്തിട്ട് ഈ ഒരു ത്രെഡ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇത് ഈർക്കിളി വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം, അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. നേരത്തെ എടുത്ത പോലെ തന്നെ ലൂപ്പ് എടുക്കുക, വീണ്ടും ഒരു ലൂപ്പും കൂടി എടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിലെ ലൂപ്പ് ലെഫ്റ്റ് സൈഡിലെ ലൂപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഈർക്കിളി മുകളിൽ നിന്ന് താഴേക്കും മറ്റൊരു ഈർക്കിളി താഴെ നിന്ന് മുകളിലേക്കും ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വച്ചു കൊടുത്തിട്ട് ഈ ഒരു ത്രെഡ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അവിടെ നല്ല അടിപൊളി ഒരു നോട്ട് വീണിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പേ വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് കൈവിരൽ വെച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം കെട്ടിടാനായിട്ട്. ഇതിലതൊന്നും വേണ്ട. ഇനി പൂ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ സാധാ ത്രെഡ് എടുത്തിട്ട് 2 മടക്കിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി നേരത്തെ കാണിച്ച പോലെ ലൂപ്പ് എടുത്തിട്ടുണ്ട്, സെക്കൻഡ് ലൂപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൂപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 ലൂപ്പും സെയിം അളവ് ആയാൽ ഏറ്റവും നല്ലതാട്ടോ. ഇനി മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ മുകളിൽ നിന്ന് ഒരു പൂവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ താഴെ നിന്ന് മുകളിലേക്കും ഒരു പൂവ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു നൂല് ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങനെ ടൈറ്റ് ചെയ്യണ്ട, നമ്മുടെ പൂവ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതേ മെത്തേഡ് തന്നെ അടുത്തതും ചെയ്യാം. അപ്പോൾ ഈ ഒരു വിരിഞ്ഞ മുല്ലപ്പൂക്കൾ ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. മുട്ടുകൾ ചെയ്യാനാട്ടോ കൂടുതൽ നമുക്ക് ഈസി. പക്ഷേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. മാക്സിമം നമുക്ക് അടുപ്പിച്ച് ഈ ഒരു മുല്ലപ്പൂക്കൾ കെട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് വലിക്കുന്ന ടൈമിൽ കൈ വെച്ചിട്ട് ഒന്ന് നീക്കി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാനൊരു തമ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ നേരത്തെ ഫസ്റ്റ് കെട്ടിയ മുല്ലപ്പൂവിൻ്റെ സെറ്റിലേക്ക് ഒന്ന് വലിച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇതിലും നമുക്ക് വേണമെങ്കിൽ അടുപ്പിച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് മാത്രമുള്ള മുല്ലപ്പൂ ഉള്ളൂ, ബിക്കോസ് ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കോർത്താലാണ് കുഞ്ഞു അവിടെ തലയിൽ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കൊടുത്തത്. വീണ്ടും സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോവാം. ഈ വലിക്കുന്ന ടൈമിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഈ ഒരു സൈഡിലേക്ക് തള്ളിയിട്ട് വേണം ചെയ്യാനായിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ആ ഒരു നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഫസ്റ്റ് ഞാൻ ത്രെഡ് യൂസ് ചെയ്തിട്ടും ഈർക്കിളി യൂസ് ചെയ്തിട്ടും ഡെമോ കാണിച്ചത്. വിരിഞ്ഞ മുല്ലപ്പൂക്കൾ കോർക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സൂചി നൂല് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒത്തിരി പൂക്കൾ വേണം കേട്ടോ. ഇത് ഒരുപാട് പൂക്കളൊന്നും നമുക്ക് വേണ്ട, കുറച്ച് പൂക്കൾ യൂസ് ചെയ്തിട്ട് നല്ല തിക്നെസ്സോടുകൂടി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ കയ്യിൽ ഒത്തിരി പൂക്കളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെറ്റിൽ 2 പൂക്കളല്ലേ വെച്ച് കൊടുക്കുന്നത്. അതായത് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലും താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലും ഓരോ പൂക്കൾ. അപ്പോൾ അതിന് പകരമായിട്ട് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ 2 പൂക്കളും താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ 2 പൂക്കളും വെച്ചിട്ട് ഒരു സെറ്റ് നമുക്ക് ഇതുപോലെ നോട്ടിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോഴും
നല്ല തിക്നെസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇതിന് മുന്നേ വിഷുവിൻ്റെ ടൈമിൽ മുല്ലപ്പൂ ടൈ ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അത് കോമൺ ആയിട്ട് യൂട്യൂബിലൊക്കെ കാണുന്ന ആ ഒരു മെത്തേഡാണ്. അതായത് 2 മുല്ലപ്പൂക്കൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് കൈകൊണ്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അത് പറയുമ്പോൾ സിമ്പിളാണെങ്കിലും ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തേക്കുന്ന ഈ ഒരു മെത്തേഡ് ഒരു യൂട്യൂബേഴ്സും അപ്ലോഡ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഇതെനിക്ക് എൻ്റെ ഉമ്മിച്ചി ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളൊരു മെത്തേഡാണ്. അവരൊക്കെ ഈ ഒരു മെത്തേഡിലാണ് മുല്ലപ്പൂക്കൾ കോർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ത്രെഡിന് പകരം അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വാഴനാരാണ്. വാഴനാര് ഇപ്പോഴും നമുക്ക് സുലഭമാണ്. അപ്പോൾ എല്ലാവരും അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊന്നും ഈ ഒരു മെത്തേഡ് അറിയാൻ ഒട്ടും വഴിയില്ല. ആക്ച്വലി ഞാൻ പോലും ഈ ഒരു മെത്തേഡ് മറന്നിട്ടുണ്ടായിരുന്നു. 2 ലൂപ്പ് എടുക്കണം എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഉള്ളിലൂടെയാണ് നൂല് വലിച്ചെടുക്കേണ്ടത് അതോ പുറത്തു കൂടെയാണോ എന്നൊക്കെയുള്ള ഡൗട്ടായിരുന്നു. പിന്നെ ഉമ്മച്ചിനോട് ചോദിച്ച് വീണ്ടും ഞാൻ പഠിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഇത് എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ ഈ ഒരു മെത്തേഡ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫസ്റ്റ് ടൈം മുല്ലപ്പൂ കോർക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾ ആദ്യം മുല്ലമുട്ടുകൾ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. അതാണ് കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടാവുക. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ അടുപ്പിച്ച് ചെയ്യാനും പറ്റും. വിടർന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഈ ഒരു മുല്ലപ്പൂ കിട്ടുന്ന ട്രഡീഷണൽ മെത്തേഡ് മുമ്പേ അറിയാവുന്നവരും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവരും അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുള്ളവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ കുഞ്ഞാവനെ വെച്ചിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി കൽപ്പിലായതുകൊണ്ട് ചിരിച്ചിട്ടൊന്നുമില്ല, എന്നാലും കരയാത്ത കുറച്ച് ഫോട്ടോസെങ്കിലും കിട്ടി എന്നുള്ളൊരു സമാധാനം. ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം.